എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് നമുക്ക് ഇഷിതയുടെയും മഹേഷിന്റെയും അടുത്ത ആഴ്ചയിലെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. കഴിഞ്ഞ ദിവസത്തെ വിശേഷം നമ്മൾ കണ്ടു. അവസാനം സ്ലീപ്പിംഗ് പിൽസ് ഒക്കെ കഴിച്ചിട്ട് മഞ്ജിമ ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അങ്ങനെ ആദ്യത്തെ ഒരു ദിവസം ഊണോ ഉറക്കോ ഇല്ലാതെ തന്നെ ഇഷിത അടുത്തിരുന്ന് ശുശ്രൂഷിക്കുകയാണ്. ഈ സമയത്ത് ഇതൊന്നും സ്വപ്നവലി അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നീട് പിറ്റേ ദിവസം ഡോക്ടർ പറഞ്ഞപ്പോഴാണ് സ്വപ്നവലി ആ കാര്യങ്ങളൊക്കെ അറിയണത് തന്നെ. അപ്പോഴേക്കും മഞ്ജിമയ്ക്ക് പതുക്കെ ബോധം വീണിട്ടുണ്ടായിരുന്നു. അങ്ങനെ മഞ്ജിമ ജീവിതത്തിലേക്ക് മടങ്ങി വരുവാണ്. സ്വപ്നവലിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നീട് സ്വപ്നവലി മഞ്ജിമേനെ കാണാനായിട്ട് ചെന്ന് കഴിഞ്ഞിട്ട് ചോദിച്ചു, എന്തിനാ മോളെ, നീ എന്തിനാ ഇങ്ങനെ കാണിച്ചേ? നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നെ ഞാൻ ജീവനോടെ ഇരിക്കും നിനക്ക് തോന്നുന്നുണ്ടായിരുന്നൊക്കെ ചോദിക്കുകയാണ്. എനിക്ക് ജീവിക്കണ്ടമ്മേ, എന്റെ കൈലാസേട്ടൻ അവിടെ കിടക്കുമ്പോൾ എനിക്ക് ജീവിക്കാൻ പറ്റുമോ? കൈലാസേട്ടൻ ജയിലിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ജീവനോടെ ഇരിക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ ഭൂമി വേറെ ആരുമില്ല, എന്റെ കൈലാസേട്ടൻ മാത്രമേ ഉള്ളൂ. എന്റെ കൈലാസേട്ടനെ കള്ളക്കേസ് കുടിക്കിയതാന്നൊക്കെ പറയണം. ഇത് കേട്ടപ്പം സ്വപ്നവലി ഒരു മോളെ, ഇനി നീ ഇങ്ങനെ ചെയ്യരുത്, കടുങ്ക ഇനിയും ചെയ്യരുത്, ഞങ്ങൾ എല്ലാവരും എത്രമാത്രം പേടിച്ചു പോയെന്നറിയാവോ എന്നൊക്കെ പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മഞ്ജു പറഞ്ഞു, പിന്നെ അമ്മയ്ക്ക് ചിലപ്പോൾ ടെൻഷൻ ഉണ്ടായിരിക്കും, പക്ഷെ ഞാൻ മരിച്ചിട്ടുണ്ടെങ്കിൽ സന്തോഷിക്കുന്ന വേറെ പലരും ഉണ്ടല്ലോ, അവർക്കൊക്കെ ഭയങ്കര സന്തോഷമാവത്തുള്ളൂ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ. ഞാൻ മരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന അവരെന്നൊക്കെ പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പം സ്വപ്നവലിക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ലായിരുന്നു. അങ്ങനെ മഞ്ജുമ ജീവിതത്തിലേക്ക് തിരികെ വന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും മഹേഷിനാണെങ്കിലും ഇഷിതയ്ക്കാണെങ്കിലും സന്തോഷമുള്ളൊരു കാര്യം തന്നെയായിരുന്നു. പിന്നീട് ഇഷിതയോട് മഹേഷ് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്തായാലും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, മഞ്ജുമച്ചിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നീ വീട്ടിലേക്ക് പോയിക്കോ, പോയി ഫ്രഷ് ആയിട്ട് തിരികെ വരാനൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇഷിത വീട്ടിലേക്ക് പോവാണ്. ഈ സമയത്ത് മഹേഷും പോയി. അതിന് ശേഷമാണ് മഹേഷ് സ്കൂളിലേക്ക് പോകുന്നത്. അപ്പം മഹേഷിനെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു സ്കൂളിലേക്ക് ആദ്യയുടെ കാര്യത്തിന് വേണ്ടിയിട്ട്. അപ്പം ആദ്യം ഒരു കുട്ടിയുടെ മൂക്കിനിട്ട് ഇടിച്ചു, ചോരയൊക്കെ ഒന്ന് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ചെന്ന് ആ പ്രശ്നങ്ങളൊക്കെ രമ്യതയെ പരിഹരിക്കുകയാണ്. അപ്പം ഇഷിത ഉള്ളതുകൊണ്ട് മാത്രമാണ് അവിടെ രക്ഷപ്പെടാനായിട്ട് പറ്റിയത്. കാരണം ഇഷിതയുടെ ഫ്രണ്ടായിരുന്നു കിരണിന്റെ അമ്മ. അതുകൊണ്ട് ഇന്ദുലേഖയുടെ കാര്യങ്ങളൊക്കെ ഇഷിത നേരത്തെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. അവര് പറഞ്ഞു, ഇനിയിപ്പോൾ എന്തായാലും ഞങ്ങൾ പരാതിപ്പെടാനായിട്ട് പോകുന്നില്ല, തൽക്കാലത്തേക്ക് ഇങ്ങനെ പോട്ടെ, അല്ലെങ്കിൽ ആദ്യക്ക് TC കൊടുത്ത് അന്നത്തോടുകൂടി അവന്റെ പഠിത്തം അവസാനിപ്പിച്ച് അവിടുന്ന് പറഞ്ഞു വിട്ടേനം. രചനയ്ക്കാണെങ്കിൽ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, ആദ്യം സ്കൂളിൽ നിന്ന് പറഞ്ഞു വിടുമെന്നുള്ളത്. പക്ഷെ ഇഷിതേനകത്ത് ഇടപെട്ടുകൊണ്ടാന്നുള്ള കാര്യം ആദ്യം രചനയൊക്കെ അറിയണം. അവരുടെ കേൾക്ക് വെച്ചാണ് ഇന്ദുലേഖ അത് പറയുന്നതൊക്കെ. ഇഷിത ഡോക്ടർ പറഞ്ഞുകൊണ്ട് മാത്രം ഞങ്ങൾ ഒരു തവണത്തേക്കും കൂടെ ഞങ്ങൾ ക്ഷമിക്കുന്നു. ഇവനെ എന്താണ് ഈ സ്കൂളിൽ നിന്ന് പറഞ്ഞുകൊണ്ട കാര്യമില്ല, ഇവനെ പഠിച്ചോട്ടെ, പക്ഷെ ഇനി മേലാൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവരുതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പ്രിൻസിപ്പൾ ഒരു തവണത്തേയും കൂടെ അവനൊരു എക്സ്ക്യൂസ് കൊടുക്കുകയാണ് ആദിക്ക്. പക്ഷെ ആദിയുടെ മനസ്സ് ആകെപ്പാടെ വല്ലാത്തൊരു ബുദ്ധിമുട്ടിലായി പോയിട്ടുണ്ടായിരുന്നു. കാരണം ഇഷിത അവർ നല്ല സ്ത്രീയാന്നൊരു ചിന്ത മനസ്സിലേക്ക് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ അമ്മയെക്കാളും നല്ലൊരു സ്ത്രീയാന്നൊരു ചിന്ത താൻ ഉറങ്ങാൻ കിടക്കുമ്പോഴെല്ലാം തൻ്റെ മനസ്സിലേക്ക് വരുന്ന ആ ഒരു രൂപമാണ്. ഇപ്പോഴാണ്ട് തന്നെ രക്ഷിക്കാനായിട്ട് വീണ്ടും അവർ വന്നിരിക്കുക. അതൊക്കെ ഓർത്തപ്പം വല്ലാത്തൊരു ടെൻഷൻ ആദിയുടെ മനസ്സിലുണ്ട്. പിന്നീട് ചിപ്പിമോള് സ്കൂളിലേക്ക് വരുന്ന ഒരു ദിവസം ആദി ചിപ്പിമോളുടെ അടുത്തേക്ക് സംസാരിക്കാൻ ചെല്ലുവാണ്. ആദിക്ക് ചിപ്പിമോളോട് സംസാരിക്കണം എന്നൊക്കെ ഉണ്ട്. അങ്ങനെ ആദി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ചിപ്പിമോൾ ആദ്യം ഒന്നും സംസാരിക്കാൻ കൂട്ടാക്കില്ല. കാരണം ചിപ്പിമോൾക്ക് ആദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ കൊള്ളരാത്തവനാ, അല്ലെങ്കിൽ ഇതിനു മുമ്പ് സൂരജുമായിട്ട് പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞപ്പം ആ ഒരു ടെൻഷന് ചിപ്പമ്മളുടെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ചിപ്പമ്മൾ അധികം അടുക്കാനായിട്ട് കൂട്ടാകാതെ. പിന്നെ ആദ്യം നിന്ന് അടുത്ത് നിന്ന് സംസാരിച്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ചിപ്പിയും സംസാരിക്കുകയാണ് ആദ്യയോട്. അങ്ങനെ അവർ അന്നത്തെ ദിവസം കുറെ സംസാരിച്ച കഴിഞ്ഞപ്പോൾ അവർ കൂട്ടാകുവാണ്. ചിപ്പിമോൾക്ക് മനസ്സിലായി തൻ്റെ ചേട്ടന് ആളൊരു പാവം എന്നുള്ള കാര്യം. മുമ്പത്തെ ആദ്യമായിരുന്നേ അങ്ങനെ ആയിരുന്നില്ല. ആദ്യക്കാണെങ്കിൽ ചിപ്പിയെ കാണുന്ന പോലും ദേഷ്യമായിരുന്നു. അങ്ങനെ അവർ തമ്മിൽ ഫ്രണ്ട്സ് ആവുകയാണ്. ഈ സമയത്ത് മഞ്ജിമയെ പിന്നീട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരുവാണ്. കുഴപ്പമൊന്നുമില്ല എന്ന് അറിഞ്ഞ ഇപ്പം വീട്ടിൽ വന്നാലും മഞ്ജിമ ഫുഡ് കഴിക്കാൻ ഒന്നിനും തയ്യാറാകുന്നില്ലായിരുന്നു. തൻ്റെ കൈലാസേട്ടൻ വരാതെ താനൊന്നും കഴിക്കില്ല എന്നൊരു കട്ട കലിപ്പിലും ദേഷ്യത്തിലും ശബ്ദം ചെയ്തിരിക്കുമായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും സ്വപ്നവലിയൊക്കെ ചെന്ന് പറഞ്ഞു വയ്ക്കും, ഒരു രക്ഷയില്ല. അവസാനം ഇഷിതയും മഹേഷും കൂടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എൻ്റെ കൈലാസേട്ടൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങാതെ ലോക്കപ്പിൽ നിന്ന് ഇറങ്ങാതെ ഞാനിനി ഫുഡൊന്നും കഴിക്കില്ല. നിങ്ങൾ പരാതി പിൻവലിച്ചാൽ മാത്രമേ അത് നടക്കുള്ളൂ. ഇഷിത പരാതി പിൻവലിക്കണം, കൈലാസനെതിരെ കൊടുത്ത് എങ്കിൽ മാത്രം എൻ്റെ കൈലാസേട്ടൻ പുറത്തു വരുള്ളൂ. അങ്ങനെ പരാതി പിൻവലിച്ചില്ലെങ്കിൽ ഇനി ഞാൻ ഫുഡ് കഴിക്കാതെ ഇവിടെ കിടന്ന് മരിക്കത്തോളെന്നൊക്കെ പറയണം. ഇനിയിപ്പം മഞ്ജിമ അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ ചെയ്യുമെന്ന് ഇഷിതയ്ക്കും മഹേഷും തോന്നി. പിന്നീട് പുറത്തിറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇഷിത മഹേഷിനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഇനിയിപ്പം ഞാൻ നോക്കിയിട്ട് വേറെ വഴിയും കാണുന്നില്ല, ഞാൻ പരാതി പിൻവലിക്കാം. ഇനിയിപ്പോൾ കൈലാസ് അയാൾ പുറത്ത് വരട്ടെ, അല്ലാതെ ഇപ്പം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കണം. മഹേഷ് പറഞ്ഞു, ഒന്നുകൂടെ ആലോചിച്ചിട്ടൊരു തീരുമാനം എടുത്താൽ പോരെ, അയാളെ പോലെ ഒരു ഫ്രോഡ് പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ എന്തായി തീരുമെന്ന് അറിയാലോ. ഇത് കേട്ടതും ഇഷിത പറഞ്ഞു, എനിക്കറിയാം,
പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം മഞ്ജുമേച്ചിയുടെ ജീവനാണ് നമ്മൾ നോക്കട്ടെ. ഇനി ഒരു കടുങ്കയും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാലോ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത്. ചിലപ്പോൾ ജീവൻ തിരികെ കിട്ടിയെന്ന് വരത്തില്ല. അതുകൊണ്ട് എന്താണെങ്കിലും കാണിക്കട്ടെ. പിന്നെ ഒരു കാര്യം, അയാളെ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവിടെ താമസിക്കേണ്ട, അവര് വേറെ എവിടെയെങ്കിലും വീടെടുത്ത് പോയി താമസിക്കുകയോ എന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് പറയാണ്. മഹേഷിനും പിന്നീട് അതിന് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ അവസാനം എന്ത് ചെയ്യാണ്, മഹേഷ് ഇഷിതയും കൂടെ പോയി പരാതി പിൻവലിക്കുകയാണ്. അങ്ങനെ തന്നെ പരാതി ഇല്ലെന്നുള്ള കാര്യമൊക്കെ പിൻവലിച്ചു. അവർ മടങ്ങിപ്പോന്നു. ഇനിയിപ്പോൾ അതിൻ്റെ പേരിലൊരു പ്രശ്നം വേണ്ടല്ലോ. അതിനുശേഷം വന്നിട്ട് മഹേഷ് പറഞ്ഞു, പരാതി പിൻവലിച്ചിട്ടുണ്ട്, ഇനി കൈലാസനെ പുറത്തു വിട്ടോളൂ, ഇനി ആ കാര്യത്തിൽ ഓർത്ത് ഇനി ചേച്ചി ഫുഡ് കഴിക്കാതൊന്നും ഇരിക്കണ്ട എന്നൊക്കെ പറയാണ്. പക്ഷേങ്കിൽ ഒരു വലിയ പ്ലാനൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. കൈലാസും ആകാശവും ഒക്കെ ചേർന്ന് ഇതിൻ്റെ ഇടയ്ക്ക് ആകാശ് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൈലാസിനെ കൊണ്ട് ചില ഡ്രാമകളൊക്കെ കളിപ്പിക്കുകയാണ്. കാരണം ഇഷ്തയും മഹേഷിനെ കുറ്റക്കാരാക്കണം. അവർക്കിട്ടൊരു പണി കൊടുക്കാൻ വേണ്ടി എന്ത് ചെയ്യുവാണ്, കൈലാസിനെ ആകാശ് അവിടുന്ന് മാറ്റുവാണ്. ഒരു കാരണവശാലും കൈലാസ് ഇപ്പം അങ്ങോട്ട് പോയല്ല. കൈലാസിന്റെ തിരോധാനത്തിന് പിന്നിൽ ഇഷിതയും മഹേഷുമായിട്ടും വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാൻ അങ്ങോട്ട് തയ്യാറാക്കി. അങ്ങനെ അവനെ അവിടുന്ന് മാറ്റി. ഈ സമയം ഇതൊന്നും മഞ്ജുമയോ അല്ലെങ്കിൽ ഇഷിതയോ മഹേഷോ ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നീട് കൈലാസ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വരാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും മഞ്ജുമയ്ക്ക് ടെൻഷനായി. മഞ്ജുമ വിളിച്ചു പോയി കഴിഞ്ഞപ്പം കൈലാസ് അവിടുന്ന് പോകാൻ പറഞ്ഞു. പക്ഷെ എങ്ങോട്ട് പോയി എന്ത് പറ്റിയെന്നും അറിയത്തില്ല. അവസാനം മഞ്ജുമയ്ക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനായിപ്പോയി. മഞ്ജുമ എന്നിട്ട് പിന്നെ സ്വപ്നയിലോട് പറഞ്ഞു, എനിക്കറിയാം ഇതിന്റെ പിന്നിൽ ഇഷിതയായിരിക്കും, മിക്കവാറും പോലീസ് സ്റ്റേഷനിൽ പരാതിയില്ലെന്ന് കംപ്ലൈന്റ് ഇല്ലാന്നും പറഞ്ഞ് എഴുതി കൊടുത്തിട്ട് അവൾ എൻ്റെ കൈലാസേണ്ണ ഇല്ലാതാക്കിയെന്ന് തോന്നേ, മിക്കവാറും ഗുണ്ടകളെ വെച്ച് എന്തെങ്കിലും ചെയ്യിച്ചു കാണുമായിരിക്കും. എൻ്റെ കൈലാസേണ്ണ തീർത്തം തോന്നേ, മഹേഷിനും ഇതിനകത്ത് പങ്ക് കാണുകയായിരിക്കും എന്നൊക്കെ പറയണം. പക്ഷെ ഇതൊന്നും അറിയാത്ത കാര്യമായിരുന്നല്ലോ അവര്. അതുകൊണ്ട് അവരത് നിഷേധിച്ചു. പക്ഷെ സ്വപ്നവല്ലി മഞ്ജുമ എല്ലാം കൂടെ ഇഷിതയ്ക്ക് നേരെ തിരിവാണ്. ഇഷിതയാണ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ചെയ്യാത്ത കുറ്റത്തിന് വീണ്ടും ഇഷിത അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ട വരുവാണ്. കാരണം മഞ്ജുമ കൊണ്ട് കംപ്ലൈന്റ് കൊടുത്തു, എൻ്റെ ഭർത്താവിന്റെ തിരോധാനത്തിന് പിന്നിൽ ഇഷിതയുണ്ടെന്ന് സംശയമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ വീണ്ടും ഇഷിതേനും മഹേഷിനും കൂടെ വിളിപ്പിക്കുകയാണ്. വിളിപ്പിച്ച് SI ജോർജ് ചോദ്യം ചോദിക്കണം. കാരണം SI ജോർജും കൂടെ കൂടിയിട്ടാണ് ഡ്രാമ കളിക്കുന്നത്. അയാൾക്കറിയാൻ കാര്യങ്ങളൊക്കെ. പക്ഷെ എന്നാലും ഇഷിതയ്ക്കിടും മഹേഷിനും പണി കൊടുക്കാൻ വേണ്ടി ചെയ്ത പ്രവൃത്തിയായിരുന്നത്. അങ്ങനെ അവരെ വിളിച്ച് ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇഷിത പറഞ്ഞു, ഞങ്ങൾക്ക് യാതൊരു പങ്കുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ SI പറഞ്ഞു, പങ്കുണ്ടല്ലോ ഞങ്ങൾ തീരുമാനിക്കാം, ഇനിയിപ്പോൾ അവരുടെ കംപ്ലൈന്റ് കിട്ടിയ സ്ഥിതിക്ക് ആൾക്ക് അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയൊരു നാടകം തന്നെ അവിടെ കളിക്കുകയാണ്. ഈ സമയത്ത് അവർ പുറത്തിറങ്ങുന്ന സമയത്ത് അവിടെ വെച്ച് ആകാശിനെ മഹേഷ് കാണുവാണ്. മഹേഷ് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ മഹേഷിന് ഒരു കാര്യം മനസ്സിലായി, ആകാശ് ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. കാരണം അല്ലെങ്കിൽ അവന് പോലീസ് സ്റ്റേഷനിൽ വരേണ്ട കാര്യമില്ല, അവൻ ഇതിനകത്ത് പങ്കുണ്ടെന്ന്. അങ്ങനെ അവിടെ വെച്ച് ആകാശും മഹേഷും തമ്മിൽ വാക്കേറ്റമൊക്കെ ഉണ്ടാകുന്നുണ്ട്. ആകാശ് പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യുമെന്ന് പറഞ്ഞ് ചെയ്തിരിക്കും, നിന്റെ പതനം കാണാതിരിക്കുന്നവനാണ് ഞാൻ, അധികം വൈകാതെ തന്നെ നിനക്ക് അത് കാണാൻ പറ്റുമെന്നൊക്കെ പറയാണ്. അവസാനം ഒരു വിധത്തിലാണ് ഇഷിത മഹേഷിനെ കൊണ്ട് അവിടുന്ന് പോരുന്നത്. അപ്പൊ ഇഷിത പറഞ്ഞു, ഇതിനകത്ത് ശരിക്കും അയാൾക്ക് പങ്കുണ്ട്, അതുകൊണ്ടായിരിക്കും. ഇനിയിപ്പോൾ കൈലാസിനെ ചിലപ്പോൾ തീർത്തു കളയൊന്നും പറയാൻ പറ്റില്ല. കാരണം അങ്ങനെ തീർത്തു കളഞ്ഞാൽ ആ കുറ്റം ഇഷിതയുടെ മഹേഷിനെ തലയിലേക്ക് കെട്ടിവെച്ച് അവരെ അകത്താക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അതിൽ നിന്നല്ല ഇഷിതയും മഹേഷും രക്ഷപ്പെട്ടു പോരും. വിനോദ് രക്ഷിക്കാനായിട്ട് എത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ അടുത്തയാഴ്ച കാണുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.